നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണോ അതോ ഒരു വീടുടമസ്ഥനോ? ഇതിൽ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 2025 രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന പുതിയ വാടക നിയമത്തിലെ മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അമിതമായ സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകൾക്ക് നിയന്ത്രണം വന്നത് മുതൽ വാടകക്കാരനെ ഒഴിപ്പിക്കാനുള്ള പുതിയ നിയമങ്ങൾ വരെ മാതൃകാ വാടക നിയമം ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട 7 മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോവുകയാണ്. വാക്കാലുള്ള കരാറുകൾക്ക് ഇനി സാധ്യതയുണ്ടോ? വാടക തർക്കങ്ങൾ പരിഹരിക്കാൻ ഇനി സിവിൽ കോടതിയെ സമീപിക്കേണ്ടതുണ്ടോ? ഉടമസ്ഥനും വാടകക്കാരനും അറിഞ്ഞിരിക്കേണ്ട എല്ലാ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. പുതിയ നിയമമനുസരിച്ച് വീടുടമസ്ഥനും വാടകക്കാരനും തമ്മിലുള്ള വാടക കരാർ ഒപ്പിട്ട് 2 മാസത്തിനുള്ളിൽ നിർബന്ധമായും ബന്ധപ്പെട്ട റെന്റ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. ഈ രജിസ്ട്രേഷൻ നടപടിക്രമം അതത് സംസ്ഥാനങ്ങളുടെ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ പോർട്ടലുകൾ വഴി ഓൺലൈനായോ അല്ലെങ്കിൽ പ്രാദേശിക രജിസ്ട്രാർ ഓഫീസുകൾ വഴിയോ പൂർത്തിയാക്കാവുന്നതാണ്. കൃത്യസമയത്തിനുള്ളിൽ കരാർ രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം 5000 രൂപ വരെ പിഴ ഈടാക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത് വാടക ഇടപാടുകൾക്ക് ഔദ്യോഗികമായ ഒരു രേഖാമൂലമുള്ള അടിത്തറ നൽകുകയും ഭാവിയിലെ തർക്കങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന്റെ കാര്യത്തിലാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. ഇനി മുതൽ പാർപ്പിട ആവശ്യങ്ങൾക്കായുള്ള വാടകയ്ക്ക് 2 മാസത്തെ വാടക എന്ന പരിധിയിലും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വാടകയ്ക്ക് 6 മാസത്തെ വാടക എന്ന പരിധിയിലും മാത്രമേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈടാക്കാൻ പാടുള്ളൂ. അതുപോലെ വാടക വർധനവിനുള്ള നിയമങ്ങൾ ലളിതമാക്കുകയും വർദ്ധിപ്പിക്കുന്നതിന് മുൻകൂട്ടി അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. തുടർച്ചയായി 2 മാസം വാടക മുടക്കിയാൽ, ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ കെട്ടിടത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അല്ലെങ്കിൽ കെട്ടിടം ദുരുപയോഗം ചെയ്താൽ തുടങ്ങിയ സാഹചര്യങ്ങൾ മാത്രമേ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വാടക മുടക്കിയെന്ന കാരണത്താൽ വാടകക്കാരന്റെ ആവശ്യ സേവനങ്ങൾ വിച്ഛേദിക്കാൻ ഉടമയ്ക്ക് അവകാശമില്ല. കൂടാതെ ഡിജിറ്റൽ വാടക കരാറുകളും ഡിജിറ്റൽ സ്റ്റാമ്പിങ്ങും പുതിയ നിയമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. നിയമപരമായ വ്യക്തതയില്ലാത്ത സാഹചര്യങ്ങളിൽ വാടകക്കാരെ പെട്ടെന്ന് ഒഴിപ്പിക്കുന്നത് തടയാൻ വ്യക്തമായ ഒഴിപ്പിക്കൽ നടപടിക്രമങ്ങളും നിയമം അനുശാസിക്കുന്നുണ്ട്. വാടക സംബന്ധമായ തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി പ്രത്യേക വാടക കോടതികളും ട്രൈബ്യൂണലുകളും സ്ഥാപിക്കുന്നതോടെ തർക്കങ്ങളിൽ 60 ദിവസത്തിനുള്ളിൽ തീരുമാനം പ്രതീക്ഷിക്കാം. ഇത് വാടകക്കാർക്ക് നീതി ലഭിക്കുന്നത് വരെ വേഗത്തിലാക്കാൻ സഹായിക്കും. കേരളത്തിൽ നിലവിലുള്ള 1965 കേരള ബിൽഡിംഗ്സ് ആക്ടിന് പകരമായിട്ടാണ് കേന്ദ്ര വാടക നിയമങ്ങൾ വരുന്നത്. പുതിയ നിയമങ്ങളുടെ പൂർണ്ണമായ നടപ്പാക്കൽ കേരളത്തിൽ ഘട്ടം ഘട്ടമായി പുരോഗമിക്കുകയാണ്. എങ്കിലും ഉടമസ്ഥനും വാടകക്കാരനും തമ്മിലുള്ള പുതിയ കരാറുകൾ ഉണ്ടാക്കുമ്പോൾ കേന്ദ്ര നിയമങ്ങളിലെ വ്യവസ്ഥകൾ കൂടി ഉൾക്കൊള്ളിക്കുന്നത് ഇരുവർക്കും കൂടുതൽ നിയമപരമായ സുരക്ഷയും വ്യക്തതയും നൽകാൻ സഹായിക്കും.